ജമ്മു കശ്മീരിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. ജമ്മു കശ്മീരിൽ ഭീകരർ നുഴഞ്ഞു കയറി ഒളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സൈന്യത്തിന് ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ജമ്മു കശ്മീരിൽ നടക്കുന്നത്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലാണ് ഭീകര സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ നുഴഞ്ഞുകയറ്റ ഭീകരരെല്ലാം കൃത്യമായി പ്രതിരോധിച്ചു വരുന്നതിനിടയിലാണ് സൈന്യത്തിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുന്നത്. ഭീകരർ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അവർ കത്വ ജില്ലയിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഭീകരർ അറിഞ്ഞത്. ഇതോടുകൂടി സേന കനത്ത ജാഗ്രതയും തിരച്ചിലും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തിരച്ചിലിനിടെ വലിയ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. 4 M4 കാർബൈൻ മാഗസീനുകൾ, 2 ഗ്രനേഡുകൾ, ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, സ്ലീപ്പിംഗ് ബാഗുകൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവയാണ് ഈ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി കത്വ ജില്ലയിൽ ഭീകര സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ പട്ടാളം സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനപ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറുന്ന ഒരു കൂട്ടം തീവ്രവാദികളെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. 3-ാം ദിവസത്തിലേക്ക് ഈ തിരച്ചിൽ കടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ ഇക്കാര്യം വാർത്താ ഏജൻസിയായിട്ടുള്ള PTIയോട് പറഞ്ഞിരുന്നു. PTI ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിരാനഗർ സെക്ടറിൽ ഞായറാഴ്ച വൈകുന്നേരം സുരക്ഷാ സേനയും ഒരു നഴ്സറിയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നളിൻ പ്രഭാത ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഇന്ന് പുലർച്ചെ സുരക്ഷാ സേന വളഞ്ഞ പ്രദേശത്തേക്ക് കൂടുതൽ ആഴത്തിൽ കുറച്ച് ആഴത്തിൽ മുന്നേറിയപ്പോഴാണ് ഇപ്പോൾ വെടിവയ്പ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സൈന്യം മുൻകരുതൽ വെടിവയ്പ്പാണ് നടത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. സുരക്ഷാ സേന പ്രദേശത്തിന് മുകളിൽ ഒരു സൈനിക ഹെലികോപ്റ്റർ വിന്യസിച്ചു. പ്രത്യേക സജ്ജരായ കമാൻഡോകൾ, കനത്ത ആയുധങ്ങൾ, സ്നിഫർ നായ്ക്കൾ, ഡ്രോണുകൾ, ആളില്ലാത്ത ആകാശവാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംയുക്ത സൈനിക യൂണിറ്റുകൾ മേഖലയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തീവ്രവാദികൾക്കായി ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവ്വസജ്ജമായാണ് സൈന്യം അവിടെ തിരച്ചിൽ നടത്തുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിലെ ഒരു നഴ്സറിയിലെ ഒരു ധോക്കിൽ, അതായത് ധോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക ചുറ്റുപാട്, ആ ധോക്കിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി രഹസ്യാന്വേഷണം ലഭിച്ചതിനെ തുടർന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SOG ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഒളിച്ചിരിക്കുന്ന ഭീകരർ പോലീസ് യൂണിറ്റിന് നേരെ തീവ്രമായ വെടിവെപ്പോടെ പ്രതികരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഫലമായി അരമണിക്കൂറിലകം നീണ്ടുനിന്ന ശക്തമായ ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്നാലും ഇപ്പോൾ ആ വനപ്രദേശത്ത് ആ ധോക്കിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. എന്തു തന്നെയായിരുന്നാലും എങ്ങനെയാണ് ഇവർ വന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ശനിയാഴ്ച മലയിടുക്കുകളിലൂടെയോ പുതുതായി നിർമ്മിച്ച തുരങ്കം വഴിയോ ആയിരിക്കാം ഇവർ ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നാണ് ഇപ്പോൾ സൈന്യം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.